ഹായ് നമസ്കാരം. ചിത്രാസ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയും കുഞ്ഞും എന്ന എൻ്റെ ടോപ്പിക്കിലെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന്. ഇതിൽ കുഞ്ഞിന് വിശക്കുന്നു എന്ന് എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ കുഞ്ഞ് പാല് കുടിക്കാൻ റെഡിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. വിശക്കുന്ന കുഞ്ഞുങ്ങൾ ചില അടയാളങ്ങൾ കാണിക്കാറുണ്ട്. ഇവ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ടതാണ്. കുഞ്ഞു ഉണർന്ന് ശരീരം ഇളക്കുകയും തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുകയും ചെയ്യുന്നു. വാ തുറന്ന് പാല് കുടിക്കാൻ ട്രൈ ചെയ്യുന്നത് പോലെ കാണിക്കും. ചിലപ്പോൾ ചുണ്ടും നാവും കുടിച്ച് ശബ്ദമുണ്ടാക്കാറുണ്ട്. ഡ്രസ്സോ മറ്റു സാധനങ്ങളോ വായിൽ തട്ടിയാൽ അത് വായ്ക്കുള്ളിലോട്ടാക്കാൻ ട്രൈ ചെയ്യുന്നു. ആരാണോ കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് അവരുടെ നെഞ്ചിലോട്ട് തിരിഞ്ഞ് പാലിനു വേണ്ടി തിരയുന്നു. കൈ മൊത്തമായി വായിലോട്ട് കൊണ്ടുപോകുന്നു. അമ്മയുടെ അരികിൽ കിടക്കുന്ന കുഞ്ഞ് അമ്മയുടെ കയ്യിലോ നെഞ്ചിലോ ആവർത്തിച്ച് തട്ടുകയും ചെയ്യുന്നു. ചെറുതായി റെസ്റ്റ്ലെസ് ആവുകയും പിന്നീട് കൈകാലുകൾ വലിച്ചു നീട്ടി ശരീരം ഇളക്കിയുള്ള കരച്ചിലിൽ എത്തുന്നു. കരയുമ്പോൾ മുഖം ചുമന്നു വരികയും കുഞ്ഞിൻ്റെ ശ്വാസം വേഗത്തിലാവുകയും ചെയ്യുന്നു. ഈ അടയാളങ്ങളെല്ലാം അമ്മമാർ ശ്രദ്ധിക്കുകയും കരയുന്നതിനു മുമ്പുള്ള ചെറിയ അടയാളങ്ങൾ കാണുമ്പോൾ തന്നെ മുലയൂട്ടൽ ആരംഭിക്കേണ്ടതാണ്. കുഞ്ഞ് കരയാൻ തുടങ്ങിയാൽ അമ്മമാർ പെട്ടെന്ന് ടെൻഷൻ ആകാറുണ്ട്. കുഞ്ഞുങ്ങൾ കരയുന്നതിൻ്റെ കാരണങ്ങൾ പലതാകാം. ഈ സമയത്ത് അമ്മമാർ ടെൻഷൻ ആവാതെ കുഞ്ഞ് കരയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നോക്കണം. കുഞ്ഞുങ്ങൾ കരയാൻ ഒരു കാരണം യൂറിൻ പാസ് ചെയ്തതോ അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്തതോ ആകാം. തുണി കെട്ടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ തുണി നനയുമ്പോൾ യൂറിനോ സ്റ്റൂളോ പാസ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഡയപ്പർ ഇടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ തുറന്നു നോക്കുക തന്നെ വേണം. രണ്ടാമതായി, വിശന്നിട്ടായിരിക്കാം കുഞ്ഞ് കരയുന്നത്. അപ്പോൾ കരയുന്ന കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുകയും തലോടുകയും താലോലിക്കുകയും സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്ത് അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം മുലയൂട്ടുക. മൂന്നാമതായി, എയർ കണ്ടീഷൻ അഥവാ AC. കുഞ്ഞുങ്ങൾ ചൂട് കൂടിയാലോ അല്ലെങ്കിൽ ചൂട് കുറഞ്ഞാലോ കരയാം. അപ്പോൾ AC ടെമ്പറേച്ചർ ഒരു നോർമൽ ലെവലിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക. നാലാമതായി, ചില കുഞ്ഞുങ്ങൾ അമ്മയുടെ അരികിൽ നിന്ന് മാറ്റിയാൽ അപ്പോൾ കരയാൻ തുടങ്ങും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അമ്മയുടെ ചൂടിൽ കിടക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ അരികിൽ നിന്ന് എടുക്കുകയോ മാറ്റി കിടത്തുകയോ ചെയ്താൽ കരയാൻ തുടങ്ങുന്നു. മറ്റു ചില കുഞ്ഞുങ്ങൾ വയറ് നിറഞ്ഞാലും അമ്മയുടെ പാല് കുടിച്ച് കിടക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവർ ഇടയ്ക്ക് കുടിക്കുകയും ഇടയ്ക്ക് ഉറങ്ങുകയും ചെയ്യുന്നു. നിപ്പിൾ വായിൽ നിന്ന് മാറ്റിയാൽ പിന്നെയും കരയാൻ തുടങ്ങുന്നു. ഈ കരച്ചിലുകളെല്ലാം നോർമലാണ്. അതുകൊണ്ട് അമ്മമാർ ടെൻഷൻ ആകേണ്ട യാതൊരു കാര്യവുമില്ല. എന്നാൽ ചില അമ്മമാർ ഫീഡിങ്ങിനു ശേഷവും കുഞ്ഞു കരയുന്നത് കാണുമ്പോൾ അവർക്ക് മതിയായ പാൽ ലഭിച്ചിട്ടില്ല എന്ന് കരുതി കുഞ്ഞുങ്ങൾക്ക് ഫോർമുല മിൽക്കുകൾ കൊടുക്കുന്നത് കാണാറുണ്ട്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ തന്നെ സാരമായി ബാധിക്കും. ചില പ്രത്യേക സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരത്തിലുള്ള പാലുകൾ കൊടുക്കാവൂ. ഒന്ന് മനസ്സിലാക്കുക, മുലപ്പാലിനോളം വരില്ല മറ്റൊന്നും. കുഞ്ഞിന് ആവശ്യമായ മുലപ്പാൽ ലഭിക്കുന്നുണ്ടോ എന്നറിയാനുള്ള ചില ടിപ്സുകൾ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് ലഭിക്കാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.